ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും പറയുന്നവന് ദുരിതം. പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും ഗണിക്കുന്നവന് ദുരിതം. മധുരത്തെ കയ്പായും കയ്പിനെ മധുരമായും കരുതുന്നവന് ദുരിതം. പ്രിയപ്പെട്ടവരെ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വേദപുസ്തകത്തിലൂടെ ഇന്നത്തെ കാലഘട്ടത്തെ പ്രവചിക്കുകയായിരുന്നു. ഈ തിരുവചനത്തിലൂടെ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ ഒരു വലിയ യാഥാർത്ഥ്യമാണ് ദൈവത്തിൻ്റെ അതിശക്തമായ ഈ വചനത്തിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകം, ഈ സമൂഹം, പ്രിയപ്പെട്ടവരെ, അസത്യമായ കാര്യങ്ങൾ, അനീതിപരമായ കാര്യങ്ങൾ, നുണയായി പ്രചരിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മൾ നന്മയുള്ളവരായി മാറുവാൻ, നന്മ പ്രചരിപ്പിക്കുന്നവരായി മാറുവാൻ, നന്മ മറ്റുള്ളവർക്ക് ചെയ്യുന്നവരായി മാറുവാൻ, സത്യത്തിന്റെ പ്രതീകങ്ങളായി മാറുവാൻ, നീതിയുടെ വക്താക്കളായി മാറുവാൻ ദൈവത്തിന്റെ വചനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുക. യേശുവേ, സർവശക്തനായ ദൈവമേ, കരുണ ചൊരിയണമേ. ഈ ലോകത്തോട് നീ കരുണ കാണിക്കണമേ കർത്താവേ. അന്ധകാരത്തിന്റെ അവസ്ഥകളോട് നീ കരുണ കാണിക്കണമേ കർത്താവേ. ഇന്ന് ദൈവമക്കളുടെ ജീവിതങ്ങളിലേക്ക് ഈ ലോകത്തിന്റെ ഒരു വലിയ അന്ധകാര സ്വാധീനം കടന്നു വന്നിട്ടുണ്ടല്ലോ കർത്താവേ. തിന്മയുടെ സ്വാധീനങ്ങൾ, അന്ധകാര സ്വാധീനങ്ങൾ, പൈശാചിക സ്വാധീനങ്ങൾ ദൈവമക്കളിൽ നിന്ന് നസ്രായനായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ, പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ദൈവമക്കളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ, വിട്ടൊടിഞ്ഞു പോകട്ടെ, വിട്ടുവപ്പിക്കപ്പെടട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധന 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 യേശുവേ ആരാധന.